ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു മലയാളം മൂവിയുടെ റൂമായിട്ടാണ്. മൂവിയുടെ പേരാണ് ഐഡൻറ്റിറ്റി. ടൊവിനോ തോമസ്, വിനോയ് റായ്, തൃഷ കൃഷ്ണൻ, ഷമ്മി തിലകൻ, അജു വർഗീസ്, അർജുൻ രാധാകൃഷ്ണൻ, ആര്യ, അർച്ചന കവി, മേജർ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ മൂവിയാണ്. ഈ മൂവിയുടെ രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. പ്രൊഡ്യൂസേഴ്സ് രാഘവ് മൂവീസ് ആൻഡ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. എഡിറ്റിംഗ് ചമ്മൻ ചാക്കോ. മ്യൂസിക് ആൻഡ് ബീജം ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയ്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അഖിൽ ജോർജ്. ആൻഡ് സൗണ്ട് ഡിസൈൻ എം.ആർ. രാജകൃഷ്ണൻ. ഈ മൂവിയെക്കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു രക്ഷയിലായിരുന്നു. കിഡു വർക്കായിരുന്നു. അതുപോലെ VFX ആയാലും അതിൻ്റെ DA വർക്ക്, CG വർക്കൊക്കെ പൊള്ളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, അതുപോലെ ആർട്ട് വർക്ക് കേട്ടുപോയിട്ട് രക്ഷയിലായിരുന്നു. പക്ഷേ ഓരോ ഫ്രെയിംസ് കാണാൻ തന്നെ ഭയങ്കര ഒരു റിച്ച്നെസ് ഉണ്ടായിരുന്നു. അടിപൊളി വർക്കായിരുന്നു. അതുപോലെ ഇതിൻ്റെ ക്ലൈമാക്സിലുള്ള VFX വർക്ക്, ഫ്ലൈറ്റിലുള്ള സീൻസ്, അതുപോലെ അതിൻ്റെ ഫൈറ്റ് സീന്, അതുപോലെ സെക്കൻഡ് ഹാഫിലുള്ള കാർ ചേസ് സീനൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു, രക്ഷയിലായിരുന്നു. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ടൊവിനോ തോമസ്, ഹരൺ ശങ്കർ എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ സ്കെച്ച് ആർട്ടിസ്റ്റാണ്. അതുപോലെ വിനോയ് റായ് ചെയ്ത ക്യാരക്ടറിൻ്റെ പേര്, പുള്ളി ഒരു പോലീസ് ഓഫീസറാണ്, അല്ലെന്നാണ് ക്യാരക്ടർ. തൃഷ കൃഷ്ണൻ ചെയ്ത ക്യാരക്ടറിൻ്റെ പേര് അലീഷ. തൃഷയ്ക്ക് ഈ മൂവിയിൽ വോയിസ് ഡബിച്ചിരിക്കുന്നത് ആനിയാമയാണ്. ആനിയാമ എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. പുള്ളിക്കാരി ഒരു സിംഗറാണ്. അപ്പം കല്യാണി പ്രദർശനത്തിൽ ഒരുപാട് മൂവിയിൽ പുള്ളിക്കാരിയാണ് ഡബിയിരിക്കുന്നത്. ഞാൻ ഈ മൂവിയിലേക്ക് വരാം, മൂവിയിൽ പെർഫോമൻസിലേക്ക് വരാം. ഇവർ 3 പേര് വെച്ചാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. കിട്ടും പെർഫോമൻസ് ആയിരുന്നു 3 പേരും. എസ്പെഷ്യലി ടൊവിനോ ആൻഡ് വിനോയ് റായിൻ്റെ ക്യാരക്ടർ വരുന്ന സീൻസൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് 2 പേരും കിട്ടുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ അടിപൊളി സീൻസ് ഉണ്ടായിരുന്നു കുറേ. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിനോയ് റായ് ചെയ്ത ക്യാരക്ടറാണ്, അല്ലെന്നൊരു ക്യാരക്ടർ. പുള്ളിക്കാരൻ്റെ രക്ഷയിലായിരുന്നു. പുള്ളിക്കാരൻ്റെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അതിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയിലായിരുന്നു. നമ്മൾ ഒരുപാട് മൂവീസ് കാണുന്നതാണ് ഇപ്പോൾ എല്ലാ ലാംഗ്വേജിലും. ഇപ്പോൾ തമിഴ് ആയാലും തെലുങ്ക് ആയാലും ഹിന്ദി ആയാലൊക്കെ. അതിലൊക്കെ ഒരു നായകനും വില്ലനും തമ്മിലുള്ള ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ വില്ലൻ ഭയങ്കര ഹൈ ആയിരിക്കും ഫസ്റ്റിലൊക്കെ. പിന്നെ പകുതി ആകുമ്പോൾ വളരെ ലോ ആയിട്ട് പിന്നെ നായകനും ഹൈയിലേക്ക് വരുന്നതാണ്. പക്ഷേ ഇതിലെ കണ്ടത് ഇതിൽ നായകൻ്റെ ഒപ്പം തന്നെ വില്ലനും. പക്ഷേ വില്ലൻക്ക് പറഞ്ഞാൽ വില്ലൻ കുറച്ചും കൂടി കുറച്ചൊരു ഹൈ ആയിട്ട് വന്ന് നിൽക്കുന്നത്. എക്സ്പെഷ്യലി ക്ലൈമാക്സിലൊക്കെ ഇപ്പോൾ നൈസായിട്ടുണ്ട് പുള്ളിയുടെ പെർഫോമൻസൊക്കെ ഇതായിരുന്നു. അതുപോലെ ക്ലൈമാക്സിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ രക്ഷയിലായിരുന്നു. പിന്നെ പോലെ തൃഷ ചെയ്ത ക്യാരക്ടർ അലീഷ നല്ല പെർഫോമൻസ് ആയിരുന്നു. ജേർണലിസ്റ്റായിട്ടാണ് അഭിനയിക്കുന്നത്. സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് തോന്നുന്നത് തൃഷയ്ക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള സ്പേസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഷമ്മി തിലകൻ ചെയ്ത ക്യാരക്ടർ ടൊവിനോയുടെ അങ്കിളായിട്ടുള്ള ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ്റെ രക്ഷയിലായിരുന്നു. പുള്ളിക്കാരൻ്റെ സ്റ്റാർട്ടിങ്, അതായത് ഇപ്പോഴും തുടക്കത്തിൽ ടൊവിനോയുടെ ചൈൽഡ്ഹുഡ് കാണിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്തുള്ള പുള്ളിയുടെ ഒരു നരേഷൻ ഉണ്ട്, ഒയ്യോ രക്ഷയില്ല. ആ സമയത്തുള്ള സ്കോറ്, ജെക്സ് ബി കൊടുത്ത സ്കോറും പൊളിയായിരുന്നു. അതുപോലെ പുള്ളിയിൽ സയൻറ്റിഫിക്കായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതുപോലെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ആ സീൻസൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വോയിസ് മോഡുലേഷനും സംഭവങ്ങളൊക്കെ, ആ സമയത്തുള്ള സ്കോറും സംഭവങ്ങളൊക്കെ. പിന്നെ പുള്ളി എന്നെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഷമ്മി തിലകൻ ആക്ടർ പുള്ളിക്കാരൻ പൊളിയാണല്ലോ. ഒരു ക്യാരക്ടർ കൊടുത്ത ക്യാരക്ടർ പുള്ളി ചെയ്യുകയും ചെയ്യും. അതുപോലെ ഈ അർജുൻ രാധാകൃഷ്ണൻ ചെയ്ത ക്യാരക്ടർ പുള്ളി വളരെ കുറഞ്ഞ സീൻസിലേ വരുന്നുള്ളൂ. പക്ഷേ ഉള്ള സീൻ പൊളിയായിട്ട് പുള്ളിയുടെ കാണിക്കുമ്പോഴുള്ള ആ സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഈ മൂവി ഓൾമോസ്റ്റ് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് തുടക്കം തന്നെ ഒരു ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. എക്സ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹാഫ് വരെയുള്ള സീൻസൊക്കെ പൊളിയായിട്ടുണ്ടായിരുന്നു. ഇൻ്റർവൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയാലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് റിലീവ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫിലാണ്. രക്ഷയിലായിരുന്നു. പിന്നെ അത് ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയിൽ പറയുന്നുണ്ട്. അതായത് സോഷ്യൽ റിലവൻ്റായ സംഭവങ്ങൾ പറയുന്നുണ്ട്, സയൻറ്റിഫിക് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ മെഡിക്കൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ അബ്യൂസ് ചെയ്യപ്പെട്ട പെൺകുട്ടികൾ, അവരുടെ പീരീഡൽ ലൈഫ്, പിന്നെ അവർ അതിൽ നിന്നും റിക്കവർ ആവുക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് പെർഫോമൻസൊക്കെ വരികയാണെങ്കിൽ പിന്നെ അർച്ചനൊക്കെ ചെയ്ത ക്യാരക്ടർ, ടൊവിനോയുടെ സിസ്റ്ററായിട്ട് വരുന്ന ക്യാരക്ടർ നല്ല പെർഫോമൻസ് ആയിരുന്നു. എക്സ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ നല്ല ഇമോഷണൽ സീനൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നീരു എന്ന ക്യാരക്ടർ, കുട്ടിയുടെ പേര് കിട്ടുന്നില്ല, ടൊവിനോയുടെ സിസ്റ്ററായിരുന്നു, അത് നൈസായിട്ടുണ്ട്. എക്സ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള സീൻസൊക്കെ ഇമോഷണൽ സീൻസൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ സീനിലും ടൊവിനും നീരു എന്ന് പറഞ്ഞ ഒരു ബോണി കറക്റ്റ് കാണിക്കുന്നുണ്ട്. ആ സീൻസിലൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇമോഷണൽ സീൻസൊക്കെ എനിക്ക് ഒരുപാട് വർക്കായിട്ടുള്ള സീൻസൊക്കെ. അതുപോലെ അജു ചെയ്ത ക്യാരക്ടർ പൊളിയായിട്ടുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ്. അഖിൽ ജോർജാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാമറമാനാണ് പുള്ളി. ഇപ്പം ലേറ്റസ്റ്റ് ചെയ്ത മൂവി എന്ന് പറയുന്നത്
2018. ആ മൂവിയുടെ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും പുള്ളിയുടെ റേഞ്ച് എന്നതല്ല. ഒരു കിഡ് വർക്ക് ചെയ്യുന്നത്, എസ്പെഷ്യലി എൻ്റെ ഫ്രെയിംസ് ആയാലും എൻ്റെ ഷോർട്സ് ആയാലും കട്ട് ഷോർട്സ് ആയാലും അതുപോലെ ലോങ് ഷോട്ട് ആയാലും ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എസ്പെഷ്യലി നൈറ്റ് ഷോട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പുള്ളിക്കാരുടെ ഇഷ്ടപ്പെട്ട മൂവി ഈ 2012 മൂവി, അതുപോലെ ആസിഫ് അലി ഹീറോ ആയിട്ടുള്ള 2 മൂവീസ് ഉണ്ടായിരുന്നു, അതുപോലെ ഇബ്ലിസ് ആൻഡ് അഡ്വഞ്ചർ ഓഫ് ഫൗണ്ടക്കോട്ട, അതിലൊക്കെ വർക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ചമ്മൻ ചക്കാണ്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന അമ്മ രാജകൃഷ്ണനാണ്, രക്ഷയിലായിരുന്നു. എഡിറ്റിംഗ് ആയാലും സൗണ്ട് മിക്സിംഗ് ആയാലും ഇപ്പോൾ പൊളിയായിട്ടുണ്ട്. എസ്പെഷ്യലി ഞാനതാണ് സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്നത്, നല്ലൊരു തിയേറ്ററിൽ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലുള്ള കാർ ചേസ് സീനൊക്കെ അതുപോലെ ഫ്ലൈറ്റിലുള്ള സീൻസൊക്കെ പൊളിയായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മൂവിയിൽ ഒരുപാട് സോഷ്യൽ റിലവൻ്റായ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വരും. ഇതിൻ്റെ മേക്കിംഗ്, അതിൽ അതിൻ്റെ 2 ഡയറക്ടേഴ്സാണ് ചെയ്യിക്കുന്നത്, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. അവിടെ തന്നെയാണ് ഇതിൻ്റെ റൈറ്റേഴ്സും രക്ഷയിലത്തെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ഈ മൂവി. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ, ശുഭദിനം.